കഴിഞ്ഞ ദിവസം 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മരണവാർത്ത നമ്മൾ ഏറ്റവും വേദനയോടും നെടുവീർപ്പോടും കൂടെയാണ് കണ്ടത്. തികഞ്ഞ ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ അവരുടെ ദുഃഖത്തിൻ്റെ നടുവിലും മാതാപിതാക്കൾ എടുത്ത ധീരമായ തീരുമാനം ആ കുഞ്ഞു മാലാഖയിലൂടെ മറ്റ് 4-5 പേർ ജീവനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. മരണം നമ്മളാരും ആഗ്രഹിക്കാത്ത, വിളിക്കാത്ത ഒരതിഥിയാണ്. ഇത് നമ്മെ വളരെയധികം ആഴമായ ദുഃഖത്തിലും സങ്കടത്തിലുമാക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം പല രീതിയിൽ നാം നേരിടേണ്ടതായി വരും. ഓരോ തവണയും ദുഃഖങ്ങൾ വരുമ്പോൾ അതോടൊപ്പം നിരാശയും ഒറ്റപ്പെടലും ഏകാന്തതയുമൊക്കെ അതിൻ്റെ സഹയാത്രികരായി എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരിക്കൽ മരണം വന്ന് നമ്മെ വിളിക്കുമ്പോൾ ഞാൻ പിന്നെ വരാം, എൻ്റെ ഇന്നത്തെ ജോലി തിരക്കൊന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ ഈ പഠനം ഒന്ന് കഴിയട്ടെ, ഞാൻ കുറച്ചുകൂടെ പ്രായമാകട്ടെ, ഒന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ, പിന്നീട് വാ എന്നാർക്കും പറയുവാൻ കഴിയില്ല. ശരിയാണ്. എന്നാൽ മറ്റു ചുരുക്കം ചിലർക്കെങ്കിലും മരണത്തിൻ്റെ ആ നിദ്രാനുഭവം ചില മിനിറ്റുകൾ കഴിഞ്ഞിട്ട് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ചില അവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും അവർ ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി വേർപെട്ട് പോയിട്ടുമുണ്ട്. വേർപാടിൻ്റെ ദുഃഖം, ഗ്രീഫ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്ന ജീവിതാനുഭവമാണ് വേർപാട്. ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആഴമായ ദുഃഖം അത് വേദനാജനകമാണ്. അത് വെറുമൊരു കരച്ചിലോ ഹൃദയവേദനയോ മാത്രമല്ല. ദുഃഖവും വേദനയും ചോദ്യങ്ങളും കോപവും നിരാശയും, മനസ്സൊക്കെ ചിലപ്പോൾ ശൂന്യമാകുന്ന, നമ്പായി പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. ഇത് നമ്മെ ശാരീരികമായി മാത്രമല്ല, മാനസികമായും സാമൂഹികമായും ആത്മീയമായിട്ടൊക്കെ നമ്മെ ബാധിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദുഃഖത്തെ രണ്ടായി തരംതിരിച്ച് പഠിക്കുന്നവരുണ്ട്. ഒന്ന്, ഒരാളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുക, അവർക്ക് പ്രിയമുള്ളവർ ഇല്ലാതെയാകുക, സുഹൃത്തിനെ നഷ്ടപ്പെടുക. രണ്ടാമത്തെ, അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന മാറ്റം. ചിലപ്പോൾ രോഗം വരുമ്പോൾ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നഷ്ടബോധം, ആരോഗ്യത്തെക്കുറിച്ചുള്ള വിശ്വാസം അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുരന്തത്തിനു ശേഷം അവരുടെ സുരക്ഷിത ബോധം ഇല്ലാതെയാകുക. ഇതൊക്കെ സങ്കല്പങ്ങളുടെ നഷ്ടങ്ങളാണ്. നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടാകുമ്പോഴും ഹൃദയവേദന വൈകാരികമായി ഉണ്ടാകുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ഒരേ എമർജൻസി അലാറമാണ് ഉണ്ടാകുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഹൃദയം വേദനിക്കുമ്പോൾ ചെറിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെ നമുക്ക് വേദന വരുന്നത്. അത് വെറും ഒരു തോന്നലല്ല. ദുഃഖം വരുമ്പോൾ കരയുന്നവരാണ് നമ്മൾ. ഇത് നമ്മുടെ സംസ്കാരത്തിന് തന്നെ ഭാഗമാണ്. ചിലർ കരഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് ഓർക്കുന്നവരുമുണ്ട്. ദുഃഖം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ചിലർ പറയുന്നത് ദുഃഖത്തെ നാം മറികടക്കുന്നതിനേക്കാൾ അപ്പുറം നാം ദുഃഖത്തിലൂടെ പോകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ സമയത്ത് ഒരാൾ എങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കണം എന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് പോലെ ദുഃഖം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇന്നുണ്ട്. പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ കരയാതെ ധൈര്യത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് വലിയ ദുഃഖമൊന്നുമില്ല എന്ന് മറ്റുള്ളവർക്ക് പറയാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ആത്മീയരായ ചിലർക്കും ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ വരുമ്പോൾ വിശ്വാസിക്ക് ദുഃഖം വരുന്നത് അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ കുറവാണ് എന്നുള്ള തോന്നൽ. അതിൻ്റെ മറ്റൊരർത്ഥം നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലായതുകൊണ്ട് നാം സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവ് ദുഃഖിക്കുന്നവരോടൊപ്പം അവരുടെ ദുഃഖത്തിൽ കരഞ്ഞിട്ടുണ്ട്. താൻ സമയം ചെലവഴിച്ച് അവരോടൊപ്പം വന്നിട്ടുണ്ട്. ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രതികരണങ്ങൾ അത് ആരോഗ്യകരമല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മുറിവുണ്ടാക്കുകയായിരിക്കും ചെയ്യുന്നത്.
ചിലപ്പോഴൊക്കെ അവരോടൊപ്പം മിണ്ടാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലപ്പോൾ ചില പ്രതികരണങ്ങൾ അവർക്ക് മുറിവുകൾ, വേദന ഉണ്ടാക്കുന്നതായിരിക്കാം. അവരുടെ മുറിവിനെ ആഴത്തിൽ വീണ്ടും മുറിവേൽപ്പിക്കുന്നതായിരിക്കാം. എന്നാൽ അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. വേദപുസ്തകം ദുഃഖിക്കുന്നവരെ പറ്റി പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് ആശ്വാസം ലഭിക്കും എന്നാണ്. അതോടൊപ്പം നീതിമാൻ്റെ നല്ല ഓർമ്മകൾ അതൊരിക്കലും നശിക്കുന്നില്ല, അതെന്നേക്കും ഓർമ്മയിൽ ഇരിക്കും എന്നാണ്. നമ്മുടെ വാക്കുകൾ നിരാശയിൽ, ദുഃഖത്തിൽ, നഷ്ടത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസവും പുതുജീവനും നൽകുന്നതായി തീരട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.